പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്തും എന്നേക്കും തന്നെ ആമേൻ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വചനപ്പുലിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്ന ഒരു വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ് പ്രലോഭനം എന്ന് പറയുന്നത്. ദൈവപുത്രനായ യേശുവിനെ പോലും പിശാച് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഈ പ്രലോഭനം ഉണ്ടാവും. പലപ്പോഴും പ്രലോഭനങ്ങൾ നമ്മൾ വീണു പോകാറുണ്ട്. ചില വ്യക്തികളൊക്കെ വിജയിക്കുവാറുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഗെത്സമൻ തോട്ടത്തിൽ വെച്ചിട്ടാണ് ഈ വചനം പറയുന്നത് കേട്ടോ. ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് യേശു തിരികെ വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാനായിട്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് വചന കർത്താവ് പറയുകയാണ്, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തൊക്കെ പ്രലോഭനത്തിലാണ് നിങ്ങൾ വീണു പോകുന്നതെന്നും അറിയാം. നമുക്ക് ആഗ്രഹമുണ്ട് ഇത് ചെയ്യാതിരിക്കണമെന്നും കാണാതിരിക്കണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇപ്പോഴത്തെ യുവതലമുറയോട് പറയുമ്പോൾ അവർക്കൊരു അസ്വസ്ഥതയാണ്. അവർക്കതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വീടും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ചുറ്റും ദൈവം ഒരു പ്രത്യേക സംരക്ഷണം കൊടുക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ഇടിമിന്നൽ പോലെ സാത്താൻ അവിടെ നിലംപതിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ കഴിവുകൊണ്ട് പറ്റത്തില്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ട് പറ്റത്തില്ല. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. നമ്മുടെ സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവർ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു. മലങ്കര സഭയുടെ പ്രഥമ വിശുദ്ധനെന്ന് നമ്മൾ വിളിക്കുന്ന പരിമല തിരുമേനി പ്രാർത്ഥനയുടെ കാര്യത്തിൽ അത്ര കൃത്യനിഷ്ഠയുള്ളൊരു പിതാവായിരുന്നു. ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യാമപ്രാർത്ഥനകളൊന്നും ഒരു മുടക്കം വരുത്താത്ത ഒരു പിതാവായിരുന്നു. അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥനയല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴൊക്കെ വീട്ടിലും സ്വന്തമായിട്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഹൃദയത്തിൽ ദൈവവിചാരത്തോടുകൂടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ.